സെക്കുലർ ഫീൽഡിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങളുടെ ഫാമിലിക്കുള്ളത്. ഒന്ന്, എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹം ഒരു സുവിശേഷ ഗായകനുമായിരുന്നു. 1974 കേരളത്തിൽ അന്ന് സ്റ്റുഡിയോകളില്ലാതിരുന്ന കാലത്ത് മദ്രാസിൽ പോയി ഈ ക്രിസ്തീയ ഗാനരംഗത്ത് ആദ്യമായിട്ടൊരു, ഈ ചർച്ച് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ ആദ്യമായിട്ടൊരു പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഒരാളാണ് എൻ്റെ ഫാദർ. അതൊരു ഗ്രൂപ്പായിരുന്നു, അവർ പോയി റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഞാൻ വളർന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന കുടുംബം, അവിടെ പാട്ടുകളാണ് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങിയത്. എൻ്റെ സഹോദരനും പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ആദ്യം കുറച്ച് സെക്കുലർ 10 വർഷത്തോളം അതിനകത്ത് പാടി. അപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥമില്ലായ്മ എനിക്ക് എന്നെ ദൈവം ബോധ്യപ്പെടുത്തി. കാരണം നമ്മളിങ്ങനെ പാടുന്നു, ഉത്സവപ്പറമ്പുകളിൽ പോകുന്നു, പള്ളി പെരുന്നാളുകൾക്ക് പാടുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഫൈനാൻസ് പരിപാടികൾക്കൊക്കെ പാടുന്നു. നമുക്ക് ഈ കുറച്ച് പാട്ടുകൾ പാടുന്നതല്ലാതെ വന്ന് കേൾവിക്കാർക്കൊന്നും കൊടുത്തു വിടാൻ നമുക്ക് പറ്റുന്നില്ല. ആ ഒരു സമയത്ത് മാത്രം അവരനുഭവിക്കുന്ന ഒരു എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കൂടുതൽ ചിന്തിപ്പിച്ചെന്നെ. അപ്പോൾ ആ സമയത്ത് ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഇടപെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഇനിയും പാടുന്നത് ദൈവസ്നേഹമാണ്, എന്നെ ദൈവത്തിൻ്റെ ഒരു നിയോഗം അതാണ്. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ തന്നെ ശ്രദ്ധിക്കാം എന്നോർത്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ അവിചാരിതമായിട്ട് എനിക്ക് 1-2 റെക്കോർഡിങ്സ് വന്നു. അപ്പോൾ ആ പാട്ടുകൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ടായി. അവസരങ്ങൾ മാത്രം നോക്കിയല്ല, അപ്പോൾ അങ്ങനെ അതൊക്കെ ദൈവം തന്ന ഓരോ അവസരങ്ങളായി. അപ്പോൾ പിന്നെ അതിനകത്ത് മാത്രം കുറച്ചുകൂടെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ആ ഒരു മേഖലയിൽ പാടാനായിട്ട് തീരുമാനിച്ചു. അതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ദൈവത്തിൻ്റെ ആ ഒരു കോളിംഗ്. യെസ്, തീർച്ചയായിട്ടും അതൊരു കോളിംഗ് ആണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാനിപ്പം 30-ലധികം വർഷങ്ങളായി ഗോസ്പൽ മാത്രം പാടാൻ തുടങ്ങിയിട്ട്. 10 വർഷമേ പാടിയുള്ളൂ സെക്കുലർ രംഗത്ത്. ഒരുപക്ഷെ അന്ന് മറ്റവസരങ്ങളൊക്കെ ഒരുപക്ഷെ ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടാമായിരുന്നു. പക്ഷെ അതൊന്ന് ശ്രമിക്കാൻ പോലുമുള്ള ഒരു അവസരം എനിക്ക് ദൈവം തന്നില്ല. മീൻസ് അതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു അതൊരു കോളിംഗ് ആണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോഗ്രാമിന് വരുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനെ ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ മനസ്സിനൊരു ആശ്വാസം പകരാനൊക്കെ പറ്റുന്നത് തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിൻ്റെ പാട്ടുകളാണ്. അത് ബോധ്യമായതുകൊണ്ടാണ് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇത് വളരെ പ്രചോദനകരമാണ് നമ്മുടെ യുവതലമുറയ്ക്ക്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, സോഷ്യൽ മീഡിയാസ്, അതുപോലെ തന്നെ എല്ലാവരും പ്രശസ്തിയുടെ പുറകെ പോകുന്ന ഒരു കാലമാണിത്. അപ്പോൾ എത്രത്തോളമാണ് ഈ ഒരു ഭക്തിഗാന രംഗത്ത് തലമുറയ്ക്ക് അത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും യുവതലമുറയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഏത് തലമുറയും ഉപയോഗിക്കുന്നത് ദൈവമാണ്. അല്ലാതെ ഒരു യുവതലമുറ എനിക്കിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ച് ഭാരപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ഗായകൻ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവം ഒരു കാര്യം ഒരാളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ ഒരു വ്യക്തി ഉപയോഗിക്കും. അപ്പം അതിനൊരു തലമുറകളുടെ കണക്കൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുണ്ടല്ലോ നല്ല സിംഗേഴ്സ് ഉണ്ട്, ഒരുപാട് പാട്ടുകാർ പാടുന്നുണ്ട്. സെക്കുലർ ഫീൽഡിൽ നിന്ന് റിയാലിറ്റി ഷോയിൽ നിന്നൊക്കെ വന്ന, കഴിഞ്ഞ വർഷം ഈ ചർച്ചിൻ്റെ പ്രോഗ്രാമിന് വന്ന ഇമ്മാനുവൽ ഹെൻറിയൊക്കെ, അവരൊക്കെ യുവതലമുറയുടെ ഗായകരാണ്. അവരൊക്കെ എന്തുകൊണ്ടാണ് ദൈവസ്നേഹം തിരഞ്ഞെടുത്തത്? അവർക്ക് മറ്റുള്ള രംഗത്ത് അവസരം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ ഹൃദയത്തിലും ദൈവം ഇതുപോലെ ഒരു മോമെൻറ്റ് അവരുടെ ജീവിതത്തിലും ദൈവം കൊടുത്തു ചിന്തിക്കാൻ. അങ്ങനെയാണ് അവരൊക്കെ വന്നത്. അതുകൊണ്ട് അങ്ങനെ കുറേ സിംഗേഴ്സ് ഉണ്ട് ഇപ്പം. ഞങ്ങളൊക്കെ ഇപ്പം ഇത്രയും വർഷങ്ങളായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഏതൊരു മേഖലയിലെയും പോലെ തന്നെ ക്രിസ്തീയ ഭക്തി ഗാന രംഗത്തും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത്ര ഒരു ലെജൻഡറി മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ 35 വർഷത്തിൽ മേളിലായി 5000-ൽ പരം ഗാനങ്ങൾ പാടി. അപ്പം താങ്കളെ പോലെയുള്ള ഒരു ലെജൻഡറി ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു വീക്ഷണമുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കൂടി, പല കാലഘട്ടത്തിൽ കൂടിയും കടന്നുപോയി പല ഫേമസ് മ്യൂസീഷ്യൻസിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
താങ്കൾ ആ ഒരു കാലഘട്ടത്തിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉം. എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ താങ്കളുടെ സംഗീത ജീവിതത്തെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്? യാ നമുക്ക് മാറ്റങ്ങളെന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും മാറ്റം ഉണ്ടായേ പറ്റൂ. നമ്മളിപ്പോൾ ധരിക്കുന്ന ഈ വസ്ത്രമല്ലല്ലോ നമ്മൾ ഒരു 50 വർഷം മുമ്പ് ധരിച്ചിരുന്നത്. അല്ലെങ്കിൽ അന്ന് ഇത്രയും നല്ല വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഉപയോഗിച്ച കാറല്ല നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. മാറ്റങ്ങൾ ആവശ്യമാണ്, അത് മാറിക്കൊണ്ടിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ എല്ലാ മാറ്റങ്ങളെയും നമുക്ക് ഒരുപോലെ സ്വാഗതം ചെയ്യാൻ കഴിയണമെന്നില്ല. അത് നമുക്കൊരു നല്ല ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ദൈവം തന്നിട്ടുണ്ട്. അത് വചനമാണ്, ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്. അപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറ്റുന്ന പല കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകം കൂടി ആയിട്ട് അല്ലെങ്കിൽ വചനവുമായിട്ടും കൂടി ഒന്ന് പരിശോധിക്കണം. നമുക്കത് പറ്റുന്ന ഒരു മാറ്റമാണോ, അല്ലെങ്കിൽ ഒരു ദൈവഭാഗത്ത് നിൽക്കുന്ന ഒരാൾ ആ ഒരു മാറ്റത്തിലേക്ക് പോകുന്നത് ശരിയാണോ എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കണം. പിന്നെ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. കൊച്ചുകുഞ്ഞുമദേശി, KV സൈമൺ സാറ്, മോശവത്സലം, TJ വർക്കി, EI ജേക്കബ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ, നല്ല അനിതര സാധാരണമായ അല്ലെങ്കിൽ വളരെ മനോഹരമായ പാട്ടുകൾ എഴുതിയ ഒരുപാട് കവികളുണ്ട്. അവരുടെ പാട്ടുകളുടെ ഒരു ഡെപ്ത് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് കാണാനില്ല. അതിനൊരു കാരണം കൂടി ഉണ്ട്. നമ്മൾ എല്ലാ സൈഡും ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ഇപ്പോഴത്തെ പാട്ടുകളെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. സൈമൺ സാറിൻ്റെ ഒരു പാട്ട് എത്ര പേർക്ക്, ഈ തലമുറയിൽ എത്ര പേർക്ക് മനസ്സിലാവും? പലർക്കും മനസ്സിലാകത്തില്ല. കൊച്ചുകുഞ്ഞുമദേശിയുടെ പാട്ടുകൾ മനസ്സിലാകും, കാരണം കുറച്ചുകൂടെ അത് സിമ്പിൾ പാട്ടുകളായിരുന്നു. എന്നാൽ സൈമൺ സാറിനെ പോലെ അല്ലെങ്കിൽ മോശവത്സലത്തിൻ്റെ കൃതികൾ, അതൊക്കെ കീർത്തനങ്ങളും ഒക്കെയാണ്. അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ചർച്ചിൽ പാടിയപ്പം ആയാറിൽ ആയിരങ്ങളായുള്ള എന്നൊക്കെ പറഞ്ഞൊരു വരികളുണ്ട്. അപ്പം ഞാൻ ഈ കൊയറിലെ പിള്ളേരോട് ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം അറിയോ? അവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ അത് നമ്മളിപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു പുതിയ ജനറേഷന്, പ്രത്യേകിച്ച് അവർ മലയാളം പഠിക്കുന്നില്ല, അവരുടെ മീഡിയം ഇപ്പം ഇംഗ്ലീഷാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള മലയാളമായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ യുവതലമുറയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നതും. പുതിയ പാട്ടുകൾ വലിയ നല്ല പാട്ടുകളുണ്ട് കേട്ടോ, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും നല്ല ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാൽ ചില പാട്ടുകളൊക്കെ ഒന്നുമില്ല അതിനകത്ത്, ചില പാട്ടുകൾക്കൊക്കെ. അതും നമ്മൾ പാടിയിട്ടുണ്ട്, അങ്ങനെയുള്ള പാട്ടുകൾ. എന്നിരുന്നാൽ പോലും ആ പാട്ടുകളെ നമ്മൾ ഉപേക്ഷിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നത് ശരിയല്ല. ഒരു വ്യക്തി ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ ആ ഒരു കപ്പാസിറ്റിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി, ഓക്കെ, അത്രയും ആ ഒരു ചിന്താശക്തി ഒരുപക്ഷെ ദൈവം അദ്ദേഹത്തിന് കൊടുത്തുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ സൈമൺ സാറിനെ പോലെ പണ്ഡിതനായിരുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ മോശവത്സലത്തിനെ പോലെ പണ്ഡിതനായൊരു വ്യക്തി എഴുതിയതുപോലെ ഇന്നത്തെ തലമുറയിലെ ഒരാൾക്ക് എഴുതാൻ കഴിയണമെന്നില്ല. അങ്ങനെയല്ലേ എല്ലാം. ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങളാണെങ്കിലും അങ്ങനെയല്ലേ, വലിയ കൃതികളൊക്കെ ഇല്ലേ. ഇപ്പം MT വാസുദേവൻ നായർ സാർ, അല്ലെങ്കിൽ ONV സാർ, ഇവരൊക്കെ എഴുതിയ ആ ഒരു നിലവാരത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? കാരണം അവർക്ക് മലയാളവുമായിട്ട് അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു അനിവാര്യതയാണ്. അത് ശരിയാണ്. അപ്പോൾ എനിക്കിനി ചോദിക്കാനുള്ളത്, താങ്കളോട് ഈ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, യു റിയലി ഹാവ് എ ഗ്രേറ്റ് ഗോഡ്സ് കോളിംഗ്. താങ്കളുടെ ദൈവത്തോടുള്ള ഒരു വിശ്വാസം, അത് ആ ഒരു പാടാനുള്ള ഒരു ആഗ്രഹം, ആ ഒരു ഇഷ്ടത, അത് വ്യക്തമാണ്. സോ എത്രത്തോളമാണ് താങ്കളുടെ ആ ഒരു വിശ്വാസം താങ്കളുടെ ആ ആലാപനത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ കോളിംഗ്, അല്ലെങ്കിൽ പാടാനുള്ള, അല്ലെങ്കിൽ സെക്കുലർ രംഗത്ത് നിന്ന് എന്നെ ദൈവം ഈ രംഗത്തേക്ക് വിളിച്ചു മാറ്റിയപ്പോൾ അതൊരു ദൈവത്തിൻ്റെ കോളിംഗ് ആണെന്ന് വളരെ വ്യക്തമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ നിലയിൽ കണ്ടിന്യൂ ചെയ്യാനൊക്കെയുള്ളൂ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കർത്താവാണ്, യേശുവാണ് എന്നെ ആ രംഗത്തേക്ക്
കൊണ്ടുവന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ബിനോയ് ചാക്കോ എന്നൊരു പാട്ടുകാരൻ പോലും ഇപ്പോൾ കാണണമെന്നില്ല. കാര്യം സെക്കുലർ രംഗത്ത് വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്. അവിടെ ഒന്നും ഒരുപക്ഷെ നമുക്ക് നിൽക്കാൻ പറ്റിയെന്ന് പോലും വരില്ല. അപ്പം ഇത് അത്ര വലിയ പാട്ടുകാരനല്ലാത്ത, അല്ലെങ്കിൽ സംഗീതം പഠിക്കാത്ത ഒരാളെ ദൈവം ഉപയോഗിക്കാതെ 5000 പാട്ടുകളല്ലേ, അതിൽ 5000-ലധികം പാട്ടുകൾ ദൈവം എന്നെ കൂടെ പാടിച്ചില്ലേ. അത് എൻ്റെ ഒരു കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. അപ്പം അതിൻ്റെ പുറകിൽ ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അത് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണെന്ന്, ഒരു നിയോഗമാണെന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാൻ ഒരുപാട് കുറവുകളുള്ള ആളാണ്, ഞാനൊരു പെർഫെക്റ്റ് ആളൊന്നുമല്ല. എന്നാൽ എൻ്റെ ബോധ്യം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ 100% വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ പാടുന്നത്. അത് എന്നെ സ്റ്റേജിൽ എന്നെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ കോൺഫിഡൻസ്. ഡിവൈൻ പ്രസൻസ്, ഒരു ഫീലിംഗ്. യെസ് തീർച്ചയായിട്ടും. ഇനി ചോദിക്കാനുള്ളത്, ഈ ഒരു സംഗീത യാത്രയിൽ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോൾ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ? ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ പല ആളുകൾ അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് പറയാറുണ്ട്. അല്ലെങ്കിൽ ബിനോയുടെ ഈ ഒരു പാട്ടാണ് എന്നെ, ഒരിക്കലൊരു വൈദികൻ എന്നോട് പറഞ്ഞു, ബിനോയുടെ ഒരു സോങ് ആണ് എന്നെ വൈദിക വൃത്തിയിലേക്ക് നയിച്ചതെന്ന്. അപ്പോൾ അതൊരു നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ ഈ US തന്നെ ട്രാവൽ ചെയ്തപ്പോൾ ഒരു കുട്ടി, ഒരു രോഗിയായ ഒരു കുട്ടി, അപ്പോൾ ആ കുട്ടിയും പേരൻസും കൂടെ എന്നെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, ബിനോയുടെ പാട്ടുകളാണ് ഈ കുട്ടി സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ മുഹൂർത്തങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവസ്നേഹം അവരിലേക്ക് ചൊരിയപ്പെടാൻ നമ്മുടെ പാട്ടുകൾ മുഖാന്തരമായിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നത്, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവിസ്മരണീയ മുഹൂർത്തം. ഒരുപക്ഷെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങി ചെല്ലുകയും വന്ന്, അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നൊന്നുമല്ല ഒരു അവിസ്മരണീയ മുഹൂർത്തം എന്ന് പറയുന്നത്. നമ്മൾ പാടുന്ന ഒരു സോങ് ആരുടെയെങ്കിലും ഒരു ഹൃദയത്തിൽ ഒരു ജീവിതത്തെ സന്ദർശിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായാൽ മതി. അതാണ് അവിസ്മരണീയ മുഹൂർത്തം. അത് പലതും നമ്മൾ അറിയാറില്ല, പലരും നമ്മളോട് പറയാറില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതവരെ എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട്. KS ചിത്ര താങ്കളുടെ ശബ്ദത്തിന്റെ ആ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്നോടല്ല ചിത്ര മാഡം പറഞ്ഞത്, സണ്ണി സ്റ്റീഫൻ എന്ന് പറയുന്നൊരു സംഗീത സംവിധായകനോടാണ്. ഞാൻ ചിത്ര ചേച്ചിയായിട്ട് കുറച്ച് ആൽബങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്, കാസറ്റുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ പാടിയ സമയത്തൊന്നും ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ പാട്ടുകൾ കേട്ടിട്ട് സണ്ണി സ്റ്റീഫൻ എന്ന സംഗീത സംവിധായകൻ, ഞാൻ സണ്ണി സ്റ്റീഫൻ സാറിൻ്റെ വർക്കിനാണ് ആദ്യം റെക്കോർഡിങ്ങിന് പാടുന്നത്. അദ്ദേഹമാണ് എന്നെ ഒരു മൈക്കിന് മുന്നിൽ റെക്കോർഡിങ്ങിന് നിർത്തുന്നത്. അപ്പം അതിനുശേഷം അദ്ദേഹത്തോട് ചിത്ര മാഡം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വോയിസാണ് ബിനോയുടെ. അത് ഞങ്ങൾക്കും തോന്നാറുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ആ ഒരു പാടണ്ട, സംസാരിച്ചാൽ മതി, ആ ഒരു ശബ്ദത്തിന്റെ സൗന്ദര്യം. ദാറ്റ്സ് എ ഗോഡ്സ് ഗിഫ്റ്റ്. ദൈവം തന്നൊരു ശബ്ദമാണ്, അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ദൈവത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ പരം ഒരു ബ്ലെസ്സിങ് എന്താണുള്ളത്? ഒന്നുമില്ല. ഞാനും അത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ 10,000-കണക്കിന് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കൊമേഴ്ഷ്യൽസ്, റേഡിയോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എൻ്റെ അത്രയും നമ്പർ ഓഫ് പരസ്യങ്ങൾ ചെയ്ത ആളുകൾ ഒരുപക്ഷെ കാണത്തില്ല. ഒരു കാലഘട്ടം കേരളത്തിലെ പ്രധാനപ്പെട്ട ഏജൻസികൾക്കെല്ലാം എൻ്റെ വോയിസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഞാൻ ഈ പല മേഖലകൾ, ഇപ്പോൾ സ്വർണ്ണക്കടകൾ, തുണിക്കടകൾ, അല്ലെങ്കിൽ അരി പ്രോഡക്ട്സ്, ഓരോ പ്രോഡക്ട്സ്, അങ്ങനെയൊക്കെ ഒരുപാട് പരസ്യങ്ങൾ, 1000-കണക്കിന് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വോയിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഡബ്ബിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം. ജീസസ് മൂവിയിൽ അതും ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഈ മുമ്പേ പറഞ്ഞല്ലോ ഒരു അവിസ്മരണീയ മുഹൂർത്തം എന്ന് പറയുന്നത്, അതും എന്നെ സംബന്ധിച്ചിടത്തോളം
അവിസ്മരണീയ മുഹൂർത്തമാണ്. അങ്ങനെ നമ്മളൊരു വീഡിയോയിൽ യേശുവായിട്ട് അഭിനയിച്ച ഒരാൾക്ക് ശബ്ദം കൊടുത്തു എന്നേ ഉള്ളൂ ഒരു പക്ഷേ ആ അഭിനയിച്ച വ്യക്തിയാണെങ്കിലും അത് യേശുവായിട്ടാണ് അഭിനയിച്ചത്, അല്ലെങ്കിൽ ആ യേശുവിൻ്റെ വചനങ്ങളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അപ്പം എൻ്റെ ശബ്ദത്തിലൂടെ അത് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ സംതൃപ്തിയായിട്ടാണ് കരുതുന്നത്. തികച്ചും അത് യേശുവിന്റെ ഒരു ശബ്ദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെ അതൊരു വലിയ അതും ഈ പറഞ്ഞ പോലെ പല വോയിസുകൾ അവർ ട്രൈ ചെയ്തു. അത് ബാംഗ്ലൂരാണ് അത് റെക്കോർഡ് ചെയ്ത് തന്നിട്ട് അത് അവർ US അമേരിക്കയിൽ വെച്ചാണ് അതിൻ്റെ മിക്സിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പം വാർണർ ബ്രദേഴ്സ് ആയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ക്യാമ്പസ് ക്രൂസൈഡിന് വേണ്ടി. അപ്പോൾ ആ ഡബ്ബിങ് ചെയ്ത വോയിസ് വന്നിട്ട് അവരത് അപ്രൂവ് ചെയ്തില്ല. അങ്ങനെ ഫൈനലി എന്നിലേക്ക് അത് എത്തിച്ചേർന്നു, അത് അപ്രൂവായി. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഇനി സാറ് നേരത്തെ പറഞ്ഞല്ലോ KS ചിത്ര മാഡവുമായിട്ട് അല്ലെങ്കിൽ ആൽബംസ് ചെയ്യുന്ന കാര്യങ്ങളും. സോ ഈ 90s കാലഘട്ടത്തിലൊക്കെ ഈ വീഡിയോ ആൽബംസ് അതിൻ്റെയൊക്കെ പ്രസക്തി അതിൽ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞങ്ങളുടെ വീഡിയോ ആൽബം അതിൻ്റെ സത്യം പറഞ്ഞാൽ 1990 ഞാനാണ് ആദ്യമായിട്ടൊരു വീഡിയോ ആൽബം ചെയ്യുന്നത്. അത് അന്ന് സെക്കുലർ രംഗത്ത് പോലും ഒരു വീഡിയോ ആൽബം ഇല്ല, അങ്ങനൊരു കോൺസെപ്റ്റ് ഇല്ല. അന്ന് ഈ VHS വീഡിയോ കാസറ്റാണുള്ളത്. ഷൂട്ട് ചെയ്തത് അന്നത്തെ ഏറ്റവും നല്ല ഫോർമാറ്റായിരുന്നു യുമാറ്റിക് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ്. അത് ക്യാമറമാർക്കൊക്കെ അറിയാം യുമാറ്റിക്. അന്ന് നിലവിലുണ്ടായിരുന്ന അന്ന് ദൂരദർശനിലൊക്കെ ഉപയോഗിച്ചിരുന്ന യുമാറ്റിക്കാണ്. അതിലാണ് ഷൂട്ട് ചെയ്തത്. അത് 90 ഞങ്ങളൊരു സ്റ്റുഡിയോ ഫ്ലോർ ഹയർ ചെയ്ത് അവിടെ ഒരു 10 പാട്ട് ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഓഡിയോ ഒക്കെ ആദ്യം റെക്കോർഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ അഭിനയിക്കുകയാണ്, ലിപ് മൂവ്മെൻറ്റ് അഭിനയിക്കുകയാണ്. പക്ഷേ ദാറ്റ് വാസ് ദ ഫസ്റ്റ് വീഡിയോ ആൽബം. അന്ന് മലയാളമെന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു വീഡിയോ ആൽബം അതാണ്. അതിനുശേഷം ഞങ്ങളൊരു 8 ആൽബങ്ങൾ ചെയ്യാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് ചെയ്തതൊക്കെ കേരളത്തിലെ പ്രഗത്ഭരായ ഈ ഫിലിം ക്യാമറമാന്മാരാണ് ചെയ്തത്. അളകപ്പൻ എന്നൊക്കെ പറഞ്ഞ അളകപ്പൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ. അദ്ദേഹമാണ് പല എൻ്റെ വീഡിയോസും ചെയ്തിരിക്കുന്നത്. വളരെ പ്രൊഫഷണലായിട്ട് ആ കാലഘട്ടത്തിൽ ചെയ്തതാണ്. ഇന്ന് കുറച്ചുകൂടെ ടെക്നോളജി വർദ്ധിച്ചപ്പോൾ അത് കുറച്ചുകൂടെ ഈസിയായി. അന്ന് ഒരു വലിയ പണച്ചിലവുള്ള കാര്യങ്ങൾ, ലൈറ്റ് ബോയ് ഒരുപാട് യൂണിറ്റ് വേണം, ലൈറ്റിൻ്റെ യൂണിറ്റ് വേണം, അതിനകത്തൊരു 10 പേര് കാണും. പിന്നെ ക്രെയിൻ ഒരു 8 പേരുണ്ട്. പിന്നെ ക്യാമറ പ്ലേബാക്ക് ചെയ്യുന്ന മെഷീനുണ്ട്, അതിന് 2 പേരുണ്ട്. പിന്നെ ക്യാമറ വരുമ്പോൾ ക്യാമറയുടെ ഫസ്റ്റ് അസിസ്റ്റൻറ്റ്, സെക്കൻഡ് അസിസ്റ്റൻറ്റ്, മെയിൻ ക്യാമറമാന്. പിന്നെ അന്ന് ക്യാമറ റെൻ്റ് ചെയ്യണം, അപ്പം റെൻ്റ് ചെയ്ത് നിർത്തുന്ന ഒരാൾ. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സിനിമ പ്രൊഡക്ഷൻ്റെ യൂണിറ്റാണ്. ഒരു 50 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ശമ്പളം ഉണ്ടാവണം, അവരുടെ ഭക്ഷണം ഉണ്ടാവണം, അക്കോമഡേഷൻ ഉണ്ടാവണം. ഇതൊക്കെ അന്ന് നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ സംഹൗ ദൈവം അതിനകത്തൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ വീഡിയോ ആൽബംസ് ഉണ്ടായി. അത് വളരെ പോപ്പുലറായി. അത് സത്യത്തിൽ ഈ അമേരിക്കയിൽ ഈ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് എന്നെ പരിചയം ആ വീഡിയോകളിലൂടെയാണ്. അവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഈ അമ്മമാർ അവരെയൊക്കെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് TV ഇട്ട് കൊടുത്തിരുന്ന എൻ്റെ പാട്ടുകളൊക്കെ ആയിരുന്നു. എന്നോട് ഒത്തിരി ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ പാട്ടുകൾ കേട്ടാണ് ഞങ്ങൾ വല്ലതൊക്കെ കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നോക്കിയിരിക്കുമ്പോൾ വായിലോട്ട് ഫുഡ് വെച്ച് തരും. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിൽ 1990 അതിൻ്റെ ഒരു തുടക്കക്കാരനാകാനും എനിക്ക് സാധിച്ചു. അതിനുശേഷം പല ആൽബംസ് അങ്ങനെ വീഡിയോ ആൽബംസ് ആയിട്ട് വന്നു. ഇന്നിപ്പോൾ വീഡിയോ വളരെ കോമണാണ്. ഇന്നിപ്പോൾ നമുക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാം. അന്നങ്ങനെ ആയിരുന്നില്ല. അതിന് ഒരുപാട് വേദനകൾ, ത്യാഗങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ പാട്ട് അഭിനയിക്കുകയും അതിനുശേഷം ഉച്ചയ്ക്ക് ചോറ് മേടിക്കാനും ഒക്കെ ഞങ്ങൾ പോകണം. ഞങ്ങൾ വണ്ടിയിൽ പോയി ചോറ് മേടിച്ച് എല്ലാവർക്കും കൊടുക്കുക, ഇതെല്ലാം നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇന്ന് പൈസയുണ്ട്, ആളുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് പൈസയുണ്ട്. അന്നൊന്നും പൈസ ഇല്ല. ഇന്നിപ്പം നമുക്ക് വളരെ ഈസിയല്ലേ കാര്യങ്ങൾ. ഒരു ഷൂട്ടിംഗ് എന്നൊന്നും പറഞ്ഞൊരു എറണാകുളത്തോട്ട് പോയാൽ ഇഷ്ടംപോലെ സ്റ്റുഡിയോ ഫ്ലോറുകളുണ്ട്, നമുക്ക് അവിടെ ചെയ്യാം. ഞങ്ങൾ ചെയ്തത് കൂടുതലും ഔട്ട്ഡോറാണ്. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പൊന്മുടി, ട്രിവാൻഡ്രം, കന്യാകുമാരി, കോവളം, മുട്ടം, ഇങ്ങനെയുള്ള വളരെ ആലപ്പുഴ പ്രകൃതി രമണീയമായ അനേക സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ഒരുപാട് പാട്ടുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും പല പാട്ടുകളൊക്കെ യൂട്യൂബിലുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് സാറ് ഷെയർ ചെയ്തത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അത് കേൾക്കുമ്പോൾ തന്നെ സാറിന് തന്നെ ആ ഒരു കാലഘട്ടത്തിലോട്ട്, ആ ഒരു വീഡിയോസിലോട്ടൊക്കെ ഓർമ്മകൾ പോയി. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ ഒരു
അല്ല ആ കാര്യം അതിനൊക്കെ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ. അതൊന്ന് വെളിയിലിറങ്ങി, അതൊന്ന് എഡിറ്റ് ചെയ്ത് വെളിയിലിറങ്ങി, പിന്നെ അതൊന്ന് ആളുകളെ കാണിക്കാൻ. ഞാൻ ഈ ദൂരദർശനിലൊക്കെ എത്രയോ പ്രാവശ്യം പോയി കാവലിരുന്നുണ്ട്. ഇതൊന്ന് എടുക്കൂ, ഇതൊന്ന് പ്ലേ ചെയ്യൂ. അന്ന് അതിനുള്ള സാധ്യതയില്ല, ദൂരദർശനിൽ അവരെടുക്കില്ല. ഇപ്പോഴൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ ചാനലുകാർ ഇഷ്ടം പോലെ ഏത് ചാനലും എടുക്കും. നമുക്ക് അന്നൊരു ചാനലിൽ പാട്ട് പാടാൻ പോലും നമുക്ക് അവസരങ്ങളില്ല. അന്ന് ദൂരദർശനിൽ എ ഗ്രേഡ് ഉണ്ടെങ്കിൽ, അല്ല ഓൾ ഇന്ത്യ റേഡിയോയിൽ എ ഗ്രേഡ് ഉണ്ടെങ്കിൽ ദൂരദർശനിൽ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇന്ന് അത് വലിയൊരു വിഷയമാണോ? ഇഷ്ടം പോലെ ചാനലുകൾ, റിയാലിറ്റി ഷോകൾ, പിള്ളേർക്ക് അവസരങ്ങളുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു അവസരങ്ങളുണ്ടായിരുന്നില്ല. അതാണ്, മികച്ച കഴിവുള്ളവരാണ് അന്ന്, ഇന്നും കഴിവുള്ളവരാണ്. അതെ, ഇന്ന് പക്ഷെ ഒരുപാട് ടാലൻസ് ആയി. ഇപ്പം അന്ന് ഇത്രയും ആളുകളൊന്നുമില്ല. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ 5 വയസ്സുള്ള പിള്ളേർ, 4 വയസ്സുള്ള പിള്ളേരൊക്കെ റിയാലിറ്റി ഷോയിൽ പാടുകയില്ലേ. സാർ ഈ ദൂരദർശനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അന്ന് ഈ ചാനൽസുകളിൽ പാടാൻ അവസരങ്ങളൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഏതെങ്കിലും TV ചാനലുകളിൽ ക്രിസ്തീയ പരിപാടികളിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ, ക്രിസ്തീയ ഗാനങ്ങളായിട്ട്? ആ സമയത്ത് പിന്നെ വന്നത് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റിൽ ചില പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവൻ TV, അതൊരു ക്രിസ്ത്യൻ ചാനലായിട്ടാണ് തുടങ്ങിയത്. ജീവൻ TV ചെയ്തു. പിന്നെ ഒരുപാട് ഇപ്പം ആത്മയാത്ര, പവർ വിഷൻ, പിന്നെ പോർട്ടലുള്ള ചാനലുണ്ട് ശാലോം TV, ഇതിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ ഇത് സംസാരിച്ചതാണ്, എന്നാലും ഇപ്പം ചലച്ചിത്ര മേഖല എന്ന് പറഞ്ഞാൽ അത് വാസ്റ്റ് ആണ്, ഒരുപാട് പ്രശസ്തിയാണ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ്. താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ഒരു ക്രിസ്തീയ ഭക്തിഗാന രംഗത്തേക്ക് മാറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ചലച്ചിത്ര ഗാന രംഗത്ത് എന്താവുമായിരുന്നു ഞാൻ? ഒന്നും ആകില്ലായിരുന്നു. കാരണം ദൈവത്തിന് എന്നെ കൊണ്ടുള്ള ഉദ്ദേശമേ നടക്കുകയുള്ളൂ. ഞാനൊന്നും ആകില്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചില്ല, ഞാനൊരു ലേൺഡ് സിംഗറല്ല. ഒരു സിനിമയിൽ നല്ല സംഗീതം അറിയാവുന്ന, അല്ലെങ്കിൽ സംഗീത സംവിധായകർ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും ക്ലാസിക്കൽ അറിയാവുന്ന, അല്ലെങ്കിൽ സ്വരസ്ഥാനങ്ങൾ അറിയാവുന്ന പാട്ടുകാരൊക്കെയാണ് അവർക്ക് താല്പര്യം. ഇത് കഷ്ടപ്പെട്ട് ഒരാളെ പഠിപ്പിക്കാനൊന്നും അവർക്ക് നേരം കാണില്ല. അപ്പം ഞാനങ്ങനെ ഒരു ലേൺഡ് സിംഗർ അല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ ശുപാർശ ചെയ്ത് കുറച്ച് പാട്ടുകൾ പാടാൻ പറ്റിയേക്കുമായിരുന്നു. പക്ഷേ ദൈവം അതല്ല എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത്. നോ, എനിക്ക് അങ്ങനെ ഒരു ഫാസിനേഷൻ ആക്ച്വലി ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ഒരു വരും തലമുറയ്ക്ക് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ താങ്കളെ പോലെയുള്ള ഒരു ലെജൻഡറി മ്യൂസിഷ്യനിൽ നിന്ന് പഠിക്കാനുള്ളത്. അതാ എനിക്ക് ഇത്രയും നേരം സംസാരിച്ചപ്പോഴും അതാണ് തോന്നിയത്. നമുക്കൊരു കോളിംഗ് ഉണ്ടെന്ന് തോന്നിയാൽ, ദൈവത്തിന്റെ ഒരു വിളിയുണ്ടെന്ന് തോന്നിയാൽ, നമ്മുടെ ഈ ഒരു ശബ്ദം തന്നത് ദൈവമാണെന്ന് തീർച്ചയായിട്ടും അത് ദൈവത്തിന് വേണ്ടി തന്നെ ഡിവോട്ട് ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിനിമയല്ല നമ്മുടെ ഒരു അൾട്ടിമേറ്റ് കാര്യം, ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് കാര്യം അതല്ല. നമുക്ക് ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങളുടെ ഭാഗമായി തീരാൻ പറ്റുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തെ സ്പർശിക്കാൻ പറ്റുക. അല്ലാതെ ഇപ്പം സിനിമയിൽ ആർക്കാണ് ജീവിതങ്ങളെ സ്പർശിക്കാൻ പറ്റിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നില്ല. ഒരു നൈമിഷികമായ, അല്ലെങ്കിൽ ഇരുന്ന് കാണുന്ന ഒരു 2.5 മണിക്കൂർ ഒരുപക്ഷെ നമ്മുടെ ക്യാരക്ടറിലൂടെയൊക്കെ അവർ പോകുമായിരിക്കും. പക്ഷെ തിയേറ്ററിന് വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അതൊക്കെ പോയി. പക്ഷേ നമ്മൾ ആളുകളുടെ ഹൃദയവേദനകൾക്ക് ഒരു ആശ്വാസമായി തീരുക, നമ്മുടെ പാട്ടുകൾ അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുക, അതാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ അതാണ്. ആരുടെയെങ്കിലുമൊക്കെ കണ്ണീരൊപ്പുക, ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുക, വേദനകളുടെ ഭാഗമായി തീരുക. ഇപ്പം ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്ന കാലത്ത് കാഞ്ഞിരപ്പള്ളി മേരി ക്വീൻസ് എന്ന് പറയുന്നൊരു ആശുപത്രിയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യാൻ പോകാൻ, അവിടെ ഫാർമസിസ്റ്റായിട്ടൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ സിസ്റ്ററിൻ്റെ പേര് മറന്നുപോയി അൺഫോർച്ചുനേറ്റ്ലി. സിസ്റ്ററിന് ക്യാൻസർ വന്ന് ആ സമയത്ത് ഞാൻ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ജോലി രാജിവെച്ചു. അപ്പം ഞാൻ പാട്ട് പാടുന്ന ഒരാളാണ്, എൻ്റെ പാട്ടുകൾ ഒരുപാട് ഈ സിസ്റ്റർ കേട്ടിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ അവിടെ സിസ്റ്ററിനെ കാണാൻ ചെന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വ്യക്തിയോട് എനിക്ക് ബിനോയ് ചാക്കോ എന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഒരു അവസാന നാളുകളിൽ. ഇതെന്നോട് വന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ പോയി സിസ്റ്റർ ഇങ്ങനെ
തീരെ വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി അന്ന് ജോലി ചെയ്യുന്നില്ല, ജോലിയൊക്കെ രാജിവെച്ചു. പക്ഷേ ആ ജോലി തരുന്ന സമയത്ത് സിസ്റ്റർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, എനിക്ക് ഒത്തിരി ഓർഡറൊക്കെ തരുമായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെന്നപ്പം സിസ്റ്റർ ഇങ്ങനെ വല്ല കിടക്കുക. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ കാസറ്റുകളിലൊക്കെ ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട്, എനിക്ക് ബിനോയുടെ പാട്ടൊന്ന് എൻ്റെ ഞാൻ ഈ കിടക്കുന്ന മുറിയിൽ വെച്ചൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് എനിക്കെന്തോ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു പാട്ട് ഈ നിന്നോടൻ ദൈവം എന്നുള്ള പാട്ട്. അത് അവിടെ വെച്ച് പാടി സിസ്റ്ററിൻ്റെ കണ്ണുകളിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകി അന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോന്നു. ചില ദിവസങ്ങൾ ഭയങ്കര അസ്വസ്ഥമായതിനു ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ സിസ്റ്റർ മരിച്ചു. അപ്പം ഞാൻ ഓർത്ത്, നമുക്ക് ആ വ്യക്തിയുടെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം, ഒരു പാട്ട്, അതൊരു വലിയ കാര്യമല്ലേ, ജീവിതത്തിൽ നമുക്ക് സാധിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. തീർച്ചയായും. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് ലോകമോ അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പം ഓഫ് കോഴ്സ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനകത്ത് ചില ആളുകൾ വന്നിരിക്കുമ്പം അവരെ ഒരു പക്ഷേ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ആത്മീയ ഇത് പാട്ടുകൾ മാത്രം പെട്ടെന്ന് അങ്ങോട്ട് പാടി, അല്ലെങ്കിൽ തികച്ചും ഒരു പ്രൊഫഷണലിസം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി മാത്രം ഒരു പ്രോഗ്രാമൊക്കെ ഒരു പക്ഷേ കൊണ്ടുപോയാൽ ചിലപ്പം ആളുകൾക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്ന് വരും. അപ്പോൾ ആദ്യം അവരെ നമ്മുടെ കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് പറയാനുള്ളത് പറയാം, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം അവതരിപ്പിക്കാം. അങ്ങനെയാണത് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തികളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. അതുപോലെ തന്നെ സാറിൻ്റെ സൗണ്ട് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ബൈബിൾ റീഡിങ്സ് വഴിയായിട്ട്. ഇപ്പം നമ്മളൊരു ന്യൂ ജനറേഷന് ബൈബിൾ നമ്മളെല്ലാവരും പള്ളിയിൽ കൊണ്ടുവരും, പക്ഷേ നമുക്കൊരു ഈസി ആക്സസിബിലിറ്റി ആണല്ലോ നമുക്കെല്ലാം. അപ്പം ഞാനിങ്ങനെ ഓഡിയോ ബൈബിളിനെ കുറിച്ച് കേട്ടു താങ്കളുടെ, അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാമോ? തീർച്ചയായിട്ടും. ഓഡിയോ ബൈബിൾ എൻ്റെ വളരെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു പരിസമാപ്തിയായിരുന്നു. അത് തീർന്നിട്ടില്ല. പുതിയ നിയമവും സങ്കീർത്തനവും സദൃശവാക്യങ്ങളും അടങ്ങിയ ആ പോർഷനാണ് ഇപ്പം ആദ്യമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ റെക്കോർഡിങ് തുടങ്ങി. ഞാൻ POC വേർഷൻ ബൈബിള് അത് ഞാൻ ഫുൾ റീഡ് ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾ 4-5 വർഷം കൊണ്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് ഈ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളും കൂടെ ചെയ്യണമെന്നുണ്ടായ എൻ്റെ ഒരു ആഗ്രഹമാണത്. അപ്പം എനിക്ക് ദൈവം തന്നൊരു ശബ്ദം, അത് ഇപ്പോൾ ഓഡിയോ ബൈബിളിൽ ചിലതുണ്ട് മലയാളത്തിൽ, പക്ഷേ അത് കേട്ടിട്ട് അവരാരും ചെയ്ത വർക്കിനെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയുകയല്ല, പക്ഷെ അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കതൊരു കേൾക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അത് പക്ഷേ മറ്റു പലർക്കും അത് പ്രയോജനകരമായി തീർന്നിട്ടുണ്ടാവാം. എൻ്റെ ചിന്തകൾ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ടാവാം. ഇത് ഒരു കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ചെയ്ത വർക്കുകളൊക്കെ നല്ലതാണ്, അതിനൊന്നും ഞാൻ ഒന്നും കുറച്ച് കാണുകത്തില്ല. പക്ഷെ എനിക്ക് ഐ വോണ്ട് ടു മേക്ക് എ പ്രൊഫഷണൽ, ഒരു മ്യൂസിക്കലി സപ്പോർട്ട് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലത്തക്ക രീതിയിലൊരു ഓഡിയോ ബൈബിൾ ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൻ്റെ ബാക്കി പത്രമാണത്. അതിന് ഒരുപാട് സമയം ചിലവാക്കി, ഒരു വർഷം അതിൻ്റെ ഒന്നല്ല അതിലധികം സമയം അതിനുവേണ്ടി ചിലവാക്കി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. ആ സുഹൃത്ത് ഒരു സ്റ്റുഡിയോ ആരംഭിക്കാനായിട്ട് അമേരിക്കയിൽ ചില വർഷങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നൊരു ചെറിയ സ്റ്റുഡിയോ, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്ന, വീട്ടിലൊരു സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തിയത് ഞാനാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് സ്റ്റുഡിയോ, ഇവിടെ ആരും വന്ന് വർക്ക് ചെയ്യാനാണ്, ഇതിൻ്റെ ആവശ്യമില്ല, നീ മണ്ടത്തരാണ് കാണിക്കുന്നത്, ചെയ്യരുത്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, ഷെല്ലി എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്, ഷെല്ലി പറഞ്ഞിട്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാൻ, ഇനി പുറത്തുനിന്ന് വർക്ക് വന്നില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് വല്ലപ്പോഴൊക്കെ പാടാമല്ലോ, അവനും സിംഗറാണ്. അപ്പോൾ അവന് കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ മുടക്കി ഈ സ്റ്റുഡിയോ ഞാൻ ചെയ്യരുത്, എന്നിട്ടും അവൻ ചെയ്തു. ദൈവത്തിൻ്റെ ഓരോ വഴികൾ ഞാൻ ആലോചിക്കായിരുന്നു. ആ സ്റ്റുഡിയോയിൽ ഈ ബൈബിളിൻ്റെ റെക്കോർഡിങ് മാത്രമേ നടന്നുള്ളൂ. വളരെ ചുരുക്കം 1-2 ചെറിയ വോയിസ് ഓവറുകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളൂ. കാര്യം വേറെ വർക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ കുറേ നാളുകളായിട്ട്
ബൈബിൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. കാരണം എനിക്ക് ഈസിയായിട്ട് ചെല്ലാവുന്നൊരു എൻ്റെ സമയത്തിന് ചെന്ന് റെക്കോർഡ് ചെയ്യാവുന്നൊരു സ്റ്റുഡിയോ, വീടിനടുത്തുള്ളൊരു സ്റ്റുഡിയോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അപ്പം അതിനുവേണ്ടി ഒരു ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമായിരുന്നു അത്. അതുപോലെ ഇത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ഈ ബൈബിള് മൈക്കിൻ്റെ മുൻപിൽ നമ്മളൊരു മൈക്കുമായിട്ടൊരു ഒരു കൃത്യമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ അതിൻ്റെ പുറകിൽ ബൈബിൾ സെറ്റ് ചെയ്യുന്നു, അത് വായിക്കണം. ഞാനൊരു സാധാരണ ബൈബിൾ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അത്രയും ദൂരമുണ്ട് ബൈബിള്, സ്മോൾ ബൈബിൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഷെല്ലി എന്നോട് പറഞ്ഞു, നമുക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത്, വലുതായിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നമുക്ക് സ്റ്റാൻഡിൽ വെച്ച് വായിക്കാം. അപ്പോൾ അന്ന് നടന്നില്ല അവർക്ക്, കഷ്ടപ്പെട്ടൊക്കെ ഒരു അധ്യായമൊക്കെ വായിച്ചിട്ട് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് കുറേ നാളുകളായിട്ട് തുറക്കാതിരുന്നൊരു ഷെൽഫ് എന്തോ ആവശ്യത്തിന് തപ്പിച്ചെന്നപ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ എക്സിബിഷൻ ഞാൻ പോയപ്പോൾ ബൈബിൾ സൊസൈറ്റി ഒരു സെൻറ്റിനറി എഡീഷൻ ബൈബിൾ പബ്ലിഷ് ചെയ്തിരുന്നു. ദാറ്റ് വാസ് എ ഹ്യൂജ് ബൈബിൾ. അതിന് ഒരു നോർത്ത് വെച്ചാൽ എത്രയുണ്ടത്, ദാറ്റ് വാസ് ഹ്യൂജ്, വലിയ ലെറ്റേഴ്സാണ്. അത് 12 വർഷം മുമ്പ് ഒരു കൗതുകത്തിന് വാങ്ങി ഈ ഷെൽഫിൽ കൊണ്ട് വെച്ചിട്ട് ഞാനത് മറന്നു. 12 വർഷം അത് ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഷെൽഫ് തുറന്നപ്പോൾ ഈ ബൈബിൾ ഇതിനകത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ദൈവം അന്ന് എന്നെ കൊണ്ട് വാങ്ങിച്ചത് ഇതിനു വേണ്ടിയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു 12 വർഷമായിട്ട് കാണാത്ത ഒരു ബൈബിള് ഇവിടെ എടുക്കേണ്ടത്. അപ്പം അത് അങ്ങനെ ഒരുപാട് ഇത് ദൈവഹിതമാണെന്ന് എനിക്ക് മനസ്സിലായ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ അവിടെ വോയിസ് എടുത്തു, വേറൊരു സ്റ്റുഡിയോയിലെ വോയിസ് ഒരു ക്ലീനിങ് കാര്യങ്ങൾ, പിന്നെ മ്യൂസിക് മിക്സിങ്. എൻ്റെ ഫ്രണ്ട്സ് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് കുറേ പേരുണ്ടായിരുന്നു. അവർ ഓരോ ബുക്കിനും ഓരോ തീം അനുസരിച്ച് അതിന് മ്യൂസിക് ചെയ്തു. യൂട്യൂബിന് വേണ്ടി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് വിഷ്വൽ എടുത്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു നല്ല പ്രോഡക്റ്റായിട്ട് കേരളത്തിൽ വെച്ച് നവംബർ 4-ാം തീയതി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ CSI മധ്യകേരള ബിഷപ്പ് സാബു മലയിൽ കോശി, പിന്നെ ഗീവർഗീസ് മാർ കൂർലോസ്, പിന്നെ വർഗീസ് കുര്യൻ, ജോൺ പി തോമസ്, അങ്ങനെയുള്ള വർഗീസ് മത്തായി, രാജു പൂക്കൽ, അങ്ങനെയുള്ള അനേക ദേവദാസന്മാരുടെ മധ്യത്തിൽ അത് വളരെ മനോഹരമായിട്ടൊരു റിലീസ് ഫംഗ്ഷനൊക്കെ നടത്തി ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം അതിനെക്കുറിച്ചൊക്കെ മനോരമയിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ വർക്കുകൾ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് എനിക്കൊരു കൊമേഴ്ഷ്യൽ താല്പര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾ സഹായിച്ചാണ് ഈ ബൈബിൾ ഞാൻ റെക്കോർഡ് ചെയ്തത്. ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. സ്റ്റുഡിയോ റെൻ്റുണ്ട്, പിന്നെ ഇതിൻ്റെ വേറെ സ്റ്റുഡിയോയിലുള്ള വർക്കുണ്ട്, മ്യൂസിക് ചെയ്യണം, വീഡിയോ ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്യണം, ഇത് മണിക്കൂറുകൾ വേണം എഡിറ്റ് ചെയ്ത് തീരാൻ. അപ്പം ഇതിനെല്ലാം പെൻ ഡ്രൈവ് കോപ്പി ചെയ്യണം, എനിക്ക് ഒരുപാട് പണം വേണം. ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ തന്നതാണ്, എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ തന്നാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ഇതൊന്ന് വിറ്റ് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. ഞങ്ങളിത് ഒരു പെൻ ഡ്രൈവ് മാത്രമേ ഇത് വിൽക്കാനുള്ളൂ. ബാക്കി യൂട്യൂബ് ഫ്രീ ആണ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്, ഇതെല്ലാം ഫ്രീയാണ്. പെൻ ഡ്രൈവ് എന്തുകൊണ്ടാണ് വിൽക്കുന്നത് ചോദിച്ചാൽ, ഒരു പെൻ ഡ്രൈവ് നമ്മൾ ഒരു 600 രൂപയ്ക്കോ 700 രൂപയ്ക്കോ വിറ്റാൽ അതിനകത്തുനിന്നൊരു മാർജിൻ കിട്ടും. ആ മാർജിൻ കൊണ്ട് വേറൊരു പെൻ ഡ്രൈവ് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് ബൈബിള് എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് റെക്കോർഡിങ്ങിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ പെൻ ഡ്രൈവ് വിൽക്കാൻ കാരണം. ബൈബിളിന് ഓഡിയോ ബൈബിളിന് ഒരുപാട് സാധ്യതകളുണ്ട്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കാഴ്ച മങ്ങിയവരുണ്ട്, വിദ്യാഭ്യാസം കുറവുള്ളവരുണ്ട്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് എഴുന്നേറ്റിരുന്ന് വായിക്കാൻ കഴിയില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ലാത്ത ആളുകളുണ്ട്. അവർ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പെൻ ഡ്രൈവ് ഉണ്ടെങ്കിലോ കാറിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പം 4 മണിക്കൂർ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് ഇത് വളരെ മനോഹരമായിട്ട് കേൾക്കാം. വെറുതെ വായിച്ചിരിക്കുകയല്ല, അത് വളരെ ഒരു കൊടുക്കേണ്ട എക്സ്പ്രഷൻസ് കൊടുത്ത്, ഇപ്പം സദൃശവാക്യങ്ങൾ ഒരു ഉപദേശ രൂപേണ, സുവിശേഷങ്ങൾ വായിച്ചിരിക്കുന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലാണ്. ലേഖനങ്ങൾ അല്പം കൂടി സീരിയസ് ആയിട്ട് വായിച്ചു, സങ്കീർത്തനങ്ങൾക്ക് വേറൊരു മോഡുലേഷൻ, അങ്ങനെ വായിച്ചിരിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇത് മടുക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ദൗത്യം, അതും ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതിൽ ഐ എം ഹാപ്പി ദാറ്റ് ഇവിടെ വന്ന്
നിങ്ങളുടെ ചർച്ചിലെ അച്ഛനെ കൊണ്ട് അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇനി അത് ആളുകൾക്ക് മാക്സിമം അത് പ്രൊമോട്ട് ചെയ്യണം. ഇപ്പം അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. iOS-ൻ്റെ വർക്കുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകൾ പരമാവധി അത് ഡൗൺലോഡ് ചെയ്യണം. അത് ഫ്രീ ആണ്, ഒരു പൈസ പോലും അതിന് മുടക്കില്ല. അപ്പം അതുകൊണ്ട് അത് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുകയും ആളുകളോട് പറയുകയൊക്കെ ചെയ്യണം. അതാണ് ആഗ്രഹം. ഞാൻ ഫുൾ ബൈബിൾ ചെയ്യണമെന്നാണ് ദൈവം ആയുസ് തന്നാൽ. അത് എൻ്റെ അടുത്തൊരു മനസ്സിൻ്റെ ആഗ്രഹം അതാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കോർഡിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും താങ്കൾക്ക് പറ്റും. അതുപോലെ തന്നെ വി ആർ ഓൾസോ പ്രൗഡ് ഫോർ ദാറ്റ്. നമ്മുടെ ഒരു ലോഞ്ച് ഇതിൽ നടത്താൻ പറ്റിയത് കാര്യം ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു, സമയത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് CSI ചർച്ച് അതിനനുവദിച്ചു. അതിൽ എനിക്ക് ഒരുപാട് നന്ദിയും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. സോ താങ്ക് യു സോ മച്ച് സാർ. ഇപ്പോൾ ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇന്റർവ്യൂ. താങ്ക് യു വെരി മച്ച്. എനിക്കും ഇങ്ങനൊരു ഇൻ്റർവ്യൂ അനുവദിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതെല്ലാം അംഗീകാരങ്ങളാണ്. നമുക്ക് ലോകപ്രകാരമുള്ള അംഗീകാരങ്ങളെക്കാളൊക്കെ ദൈവത്തിൻ്റെ അംഗീകാരമാണ് വലുതെങ്കിലും ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളാണ്. നമ്മൾ സംസാരിച്ചതിൽ കൂടുതൽ ദൈവസ്നേഹത്തെക്കുറിച്ചല്ലേ സംസാരിച്ചത്. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അത് ആ നിലയിൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് ഇറ്റ് വാസ് എ ലവ്ലി എക്സ്പീരിയൻസ് ആൻഡ് താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ ചർച്ചിലെ അംഗങ്ങളെയും എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.